ജീവൻ മനുഷ്യൻ എന്ന ഈ വിഷയത്തിൻ്റെ ആദ്യ എപ്പിസോഡിൽ സ്വാതന്ത്ര്യം എന്ന വിഷയം കൂടെ ഞാൻ പരാമർശിച്ചിരുന്നു. ജീവൻ എന്ന ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ കേവലം ശാരീരികമായിരിക്കുന്ന ജീവനെക്കുറിച്ചാണ് നാം ചർച്ച ചെയ്യേണ്ടത് എന്ന് ഞാൻ കരുതുന്നില്ല. കാരണം അതിന് അഭ്യസ്തവിത്തരായ വിശുദ്ധന്മാർ അനവധി നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ പിന്നെ നാം എന്താണ് ചർച്ച ചെയ്യേണ്ടത്? യോഹന്നാൻ്റെ സുവിശേഷം 20-ാം അധ്യായം 31-ാമത്തെ വാക്യം നമ്മോട് പറയുന്നത്, ദൈവവചനം, സുവിശേഷങ്ങൾ ഇവ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നത് യേശുക്രിസ്തുവിൻ്റെ ദൈവത്വം നാം തിരിച്ചറിയേണ്ടതിനും അതുവഴി നാം ജീവനുള്ളവരായി തീരേണ്ടുന്നതിനും ആകുന്നു എന്നത്രേ. ഈ പറയുന്ന ജീവൻ എന്ന് പറയുന്നത് തീർച്ചയായും ശാരീരിക ജീവനല്ല എന്നത് വ്യക്തമാണ്. യോഹന്നാൻ്റെ സുവിശേഷം തന്നെ 1-ാം അധ്യായം 12-ഉം 13-ഉം വാക്യങ്ങൾ നമ്മോട് പറയുന്നത്, യേശുക്രിസ്തുവിൻ്റെ ദൈവത്വം സ്വീകരിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നതിൽ കൂടെയാണ് നാം ദൈവമക്കളായി തീരുന്നത് എന്നത്രേ. അതുതന്നെയാണ് ക്ഷയമില്ലാത്ത ജീവനും. ഒരു യഥാർത്ഥ ക്രിസ്ത്യാനി ആരാണ്? യേശുക്രിസ്തുവിൻ്റെ ശിഷ്യനാണ് ക്രിസ്ത്യാനി എന്ന് വിളിക്കപ്പെടുന്നത്. അപ്പോസ്തല പ്രവൃത്തി 11-ാം അധ്യായം അതിൻ്റെ 26-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, ആദ്യം അന്ത്യോക്യയിൽ വെച്ച് ശിഷ്യന്മാർക്ക് ക്രിസ്ത്യാനികൾ എന്ന് പേരുണ്ടായി. ഒരു ദൈവപൈതൽ ആരാണ്? ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ച വ്യക്തി. അതാണ് ഒരു ദൈവപൈതലിൻ്റെ വ്യക്തിത്വം എന്ന് പറയുന്നത്. എന്താണ് സമൃദ്ധമായ ജീവൻ? എന്താണ് സജീവത? ഒരു വ്യക്തിക്ക് ജീവൻ ഉണ്ട് എന്ന് പറയുന്നതും സമൃദ്ധമായിട്ടുണ്ട് എന്ന് പറയുന്നതും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. ഈ കാലഘട്ടത്തിൽ ശാരീരിക ജീവനെക്കുറിച്ച് നാം കേൾക്കുന്ന പലപ്പോഴും ധാരാളമായിട്ട് കേൾക്കുന്ന ചില വാക്കുകളുണ്ട്. ശയ്യാവലംബിയാകുക, കോമയിലാകുക, മസ്തിഷ്ക മരണം സംഭവിക്കുക, ഇങ്ങനെ പലതും. മലയാളത്തിലെ ഒരു പഴയ ഭാഷാശൈലിയാണ് ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും. എന്താണ് ക്രിസ്തീയഗോളത്തിൽ ഇന്ന് സംഭവിക്കുന്നത്? നമ്മുടെ സജീവത നഷ്ടപ്പെടുന്നു, നമ്മുടെ ആദ്യ സ്നേഹം നഷ്ടപ്പെടുന്നു. ക്രിസ്തീയ സമൂഹത്തിൽ കാണേണ്ടുന്ന ക്രിസ്തീയത ഇന്ന് എവിടെയാണ്? വ്യക്തികളായും സമൂഹങ്ങളായും നമ്മുടെ മുൻഗണനകൾക്ക് മാറ്റം സംഭവിക്കുന്നു. യഥാർത്ഥത്തിൽ ക്രിസ്തീയതയിൽ നാം സജീവരാണോ? ദൈവവചനമാകുന്ന കണ്ണാടിയിൽ കൂടെ നാം നമ്മെ തന്നെ ഒന്ന് പരിശോധിക്കുക. നാം ശയ്യാവലംബികളാണോ? കോമയിലാണോ? മസ്തിഷ്ക മരണം സംഭവിച്ചുവോ? ഏതൊരു രോഗാവസ്ഥയും പ്രാരംഭാവസ്ഥയിൽ കണ്ടുപിടിക്കുന്നതാണ് അത് ചികിത്സിക്കുന്നതിനും സൗഖ്യം പ്രാപിക്കുന്നതിനും ഏറ്റവും ഉത്തമമായ മാർഗം. യോഹന്നാൻ്റെ സുവിശേഷം 10:10 നമ്മളോട് പറയുന്നു, ക്രിസ്തു നമുക്ക് നൽകുവാനായിട്ട് ആഗ്രഹിക്കുന്നത് ജീവൻ മാത്രമല്ല, സമൃദ്ധമായ ജീവനും കൂടെയാണ്. നാം സജീവരാകുക എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? ആരവങ്ങളും ശബ്ദഘോഷങ്ങളുമല്ല, മറിച്ച് നിറഞ്ഞു കവിയുന്ന ദൈവസ്നേഹത്തിൻ്റെ അനുഭവമാണ് സജീവമായ ക്രിസ്തീയ ജീവിതം. യോഹന്നാൻ്റെ സുവിശേഷം 7-ാം അധ്യായം 37-38 വാക്യങ്ങൾ യേശു ഇങ്ങനെ പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്തുകൾ പറയുന്നത് പോലെ ജീവജലത്തിൻ്റെ നദികൾ ഒഴുകും. നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നത് മാത്രമല്ല, എനിക്ക് ജീവനുണ്ട് എന്ന് പറയുന്നത് മാത്രമല്ല, എനിക്ക് ദൈവവചനം അറിയാം എന്ന് പറയുന്നതിൽ മാത്രമല്ല കാര്യം, എനിക്ക് സ്നേഹമുണ്ട് എന്ന് പറയുന്നതിൽ മാത്രമല്ല കാര്യം. സമൃദ്ധമായ ജീവൻ, അത് നിറഞ്ഞ് കവിയുന്ന അവസ്ഥ നമ്മിലുണ്ടാകണം. കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ പായലുകളും പൂപ്പലുകളും വളരും, കൊതുകുകൾ മുട്ടയിട്ട് പെരുകും. ഇന്ന് ക്രിസ്തീയ സമൂഹത്തിൽ നാം പലപ്പോഴും കാണുന്ന ഒരവസ്ഥ ഇതുതന്നെയാണ്. പൊട്ടക്കിണറുകളല്ല, ജീവജലത്തിൻ്റെ ഉറവയായ യേശുവാണ് ഇന്നിൻ്റെ ആവശ്യം. സമൃദ്ധമായ ജീവൻ്റെ വറ്റാത്ത ഉറവയാണ് യേശു. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ സുവിശേഷകൻ ജോയ് EV.